സാരമില്ല. സാരമില്ലെന്ന് പറയാൻ ഞാൻ നിന്നോട് സോറി ഒന്നും പറഞ്ഞില്ലല്ലോ. ഒടക്ക് ലൈനാണല്ലോ പാറു. വന്ന് കേറിയപ്പോഴേ തുടങ്ങി. അറിയാതെ തട്ടിപ്പോയെന്ന് കരുതിയത് കൊണ്ടാ പാറു സാരമില്ലാന്ന് പറഞ്ഞത്. അപ്പൊ നിനക്ക് അഹങ്കാരം. ഇനി ഇവളോട് സോറി പറഞ്ഞിട്ട് പോയാ മതി. പറഞ്ഞില്ലെങ്കിൽ മുക്ത വന്നു കേറിയപ്പോ തന്നെ അവന്തിക്ക് പണി തുടങ്ങി. ഋതികയ്ക്ക് പകരം ആളെ ഇറക്കുമ്പോ അവളെക്കാൾ വീര്യം കൂടിയതിന് തന്നെ വേണ്ടേ ഇറക്കാൻ. അതുകൊണ്ടാ ഞാൻ അവന്തികയെ അവളുടെ ഹോസ്റ്റലിൽ നിന്ന് ചാടിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇതുവരെ കണ്ടതൊന്നും അല്ല കളി, ഇനി കാണാൻ പോകുന്നതാ കളി. സോറി പറയടി. അവന്തികയെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ നിന്റെ ഈ മൂപ്പൊന്നും പോരെ ജെനിഫർ. ജെനിഫർ, ഇവള് നിന്റെ പേര് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ ഇവള് നിന്നോട് മനഃപൂർവ്വം ഉടക്കാൻ തന്നെ വന്നേക്കുന്ന ഇവിടേക്ക്. ജെനിഫറിന്റെ പേര് മാത്രമല്ല, എനിക്ക് നിന്റെ പേരും അറിയാം മീര. നീ ആരാ? നിനക്കാരാ എന്റെ ഇവളുടെയൊക്കെ പേര് പറഞ്ഞു തന്നെ? പാർവതി. പാർവതിയാ എനിക്ക് നിങ്ങളുടെ പേര് പറഞ്ഞു തന്നത്. ഞാനോ? മറന്നുപോയോ? നീ എനിക്ക് ഇവരുടെ പേര് പറഞ്ഞു തരുമ്പോ ആയിഷയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ല ആയിഷ? ഞാനോ? അവന്തിക അവളുടെ പേരെടുത്ത് വിളിച്ചപ്പോ 4 കിളി പോയി നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? മനസ്സിലായി. ഞങ്ങളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാ പൊന്നുമോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. വന്ന പാടെ പാറുന്റെ മെക്കെട്ട് കേറിയതോടെ ഞങ്ങളുടെ തല്ല് കൊള്ളാൻ തയ്യാറായിട്ടാ നീ വന്നിരിക്കുന്നേന്നും മനസ്സിലായി. ഇനി ഒറ്റ കാര്യം കൂടെ അറിഞ്ഞാ മതി. ആരുടെ കൊട്ടേഷനാ? ഹായ് അവന്തിക, അവിടെ നമ്മുടെ റൂം. ഞാൻ ഈ തുടങ്ങി വെച്ചത് ഫിനിഷ് ചെയ്തിട്ട് റൂമിലേക്ക് പോയാ പോരെ? മതി. ഫിനിഷ് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആരെ ഫിനിഷ് ചെയ്യാൻ? ഞങ്ങളെ ഫിനിഷ് ചെയ്യാനോ? ഇവളുടെ ഈ കുഞ്ഞി കൈക്ക് അതിനുള്ള ബലമൊക്കെ ഉണ്ടോ? കാണണോ? എന്റെ കൈയുടെ ബലം ഇപ്പൊ തന്നെ അറിയണോ നിനക്ക്? വേണം. ഞാനും അറിയിച്ചു തരാം. അറിയിക്കടി നിന്റെ കൈയുടെ ബലം. അറിയിക്ക്. ആയിഷ വേണ്ട, നമ്മളായിട്ട് ആരോടും വഴക്കിനൊന്നും പോണ്ട. നമ്മളായിട്ട് വഴക്കിന് പോയതാണോ? ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കേറിയ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മോളെ ആയിഷേ, അവന്തിക ഐറ്റം വേറെയാ. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ജൂഡോയില് ജില്ലാ ചാമ്പ്യനാ. ജൂഡോയില് ജില്ലാ ചാമ്പ്യൻ ആണെങ്കിലേ ജാഡയില് സ്റ്റേറ്റ് ചാമ്പ്യനാ. കിട്ടേണ്ടതുപോലെ കിട്ടിയാൽ സൂക്കേട് മാറിക്കോളും. എന്നെ എന്റെ സൂക്കേട് മാറ്റടി. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തൊടടി. തല്ലും കൊല്ലും എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? ജില്ലാ ചാമ്പ്യൻ ആയിഷയുടെ മേലൊന്ന് തൊട്ടു നോക്ക്, അപ്പ കാണാം. എന്ത് കാണാന്ന്? ഒന്ന് കൊടുക്ക അവന്തിക. നിന്നെ നീ പറഞ്ഞ ആ ഫോറിൻ അഭ്യാസമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. കരുണാകരൻ ഗുരുക്കള് കളരിയില് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടു പഠിച്ചതാ. കുറച്ച് അഭ്യാസങ്ങളെ എനിക്കറിയൂ. പക്ഷെ മർമ്മത്തിക്കറി ഞാനൊരു പിടി പിടിച്ചാലുണ്ടല്ലോ, ഒരാഴ്ച നീ നിർത്താതെ ഇക്കിളിടും. പരീക്ഷിക്കണോടി? അവന്തിക മതി, വിട്. നീ വാ ഡയന, വന്നേ. നിങ്ങക്ക് കാര്യം പിടികിട്ടി കാണും. ഋതികയെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കി. അവൾക്ക് പകരം ഞാൻ ഇറക്കിയതാ അവന്തികയെ. കളി അവസാനിച്ചിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. കളി ഒന്നുകൂടി സ്ട്രോങ് ആവുക ചെയ്തത്. അവന്തിക ഒന്ന് സെറ്റിൽ ആവട്ടെ, അതിനുശേഷം ഞാൻ അവളെ ഇറക്കുന്നുണ്ട്. നിലവിളിക്കാൻ റെഡി ആയിക്കോ. ആയിക്കോട്ടെ, സമയാവുമ്പോ ഒന്ന് പറയണേ. അവളെക്കാൾ മൂത്തതിന് ഈ ജെന്നിഫർ കണ്ടിട്ടുണ്ട്. പിന്നെയാ ഒന്ന് പോടി. പാറു, നീ പറഞ്ഞതൊക്കെ സത്യാണോ? നിനക്ക് കളരി മർമ്മവിദ്യയൊക്കെ അറിയോ? എവിടെ? അച്ഛൻ പറഞ്ഞൊരു സൂത്ര. കൈകൊണ്ട് മാത്രല്ല നാവ് കൊണ്ടും തല്ലി തോൽപ്പിക്കണെന്ന്. ആ അടവൊന്ന് പരീക്ഷിച്ചതാ. പക്ഷെ മുക്ത ഒന്ന് വരണ്ടു. അതുകൊണ്ടാ അവൾ അവന്തികയെ പിന്തിരിപ്പിച്ചോണ്ട് പോയത്. നിന്റെ കയ്യിൽ ഇതുപോലുള്ള മരുന്നൊക്കെ ഉണ്ടല്ലേ?
രേവതിയുടെ കല്യാണത്തിന് പോകുമ്പോ ഉടുക്കാൻ വേണ്ടിയാ. അന്ന് കൈലാഷ് സാറ് വാങ്ങിച്ചെന്ന ഹാഫ് സാരി ഞാൻ പിന്നെ ഉടുക്കാതെ മാറ്റിവെച്ചത്. അതിന് ചേരുന്ന വളയും പൊട്ടൊക്കെ വാങ്ങണമെന്ന് കരുതിയതാ. ആ പൈസ ലാഭം. കൂടെ ജോലി ചെയ്യുന്ന ആരും കല്യാണത്തിന് പോയില്ലെങ്കിൽ ആ കുട്ടിക്ക് സങ്കടാവില്ലേ? പ്രിയന, അയാൾ നിന്നെ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ. ഇങ്ങതാ. ഇങ്ങതാ, ഇല്ലെങ്കിൽ കട്ടാവും. കട്ടായ തിരിച്ചു വിളിക്കാലോ. അതിനു മുൻപ് എന്റെ ഒരു സംശയത്തിന് നീ ഉത്തരം തരണം. എന്ത് സംശയം? രാവിലെ ഒരു 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ നീയും അയാളും ഗാർമെന്റ്സിലായിരിക്കും. ഈ 8-9 മണിക്കൂർ സംസാരിച്ചിട്ട് മതിയാവാത്തോണ്ടാണോ ഉറങ്ങാൻ പോകുന്ന സമയത്തും അയാൾ നിന്നെ വിളിക്കുന്നേ? നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജെന്നിഫർ. അങ്ങനെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. അയാള് എന്നെ മാത്രം ആയിരിക്കില്ല, ജയന്തി ചേച്ചിയും സൗസൂനെയും സാവിത്രി ചേച്ചിയും ഒക്കെ വിളിക്കുന്നുണ്ടാവും. എടുക്കുന്നില്ലല്ലോ. ഞാൻ ഈ സമയത്ത് വിളിക്കുന്നത് അവൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവോ? വേണ്ട, വിളിക്കണ്ട. ജയന്തി ചേച്ചിയെ സൗസൂനെയൊക്കെ അയാള് വിളിക്കുന്നുണ്ടാവുന്നല്ലേ നീ പറഞ്ഞത്? വിളിക്കുന്നുണ്ടാവൂന്ന് പറയണെങ്കി അക്കാര്യത്തിൽ നിനക്കത്ര ഉറപ്പില്ലെന്നല്ലേ അർത്ഥം? നാളെ നീ ജോലിക്ക് പോയാ അവരോടൊക്കെ നീ ചോദിച്ചു നോക്കണം. ഈ സമയത്ത് പ്രിയൻ അവരെ ഒന്നും വിളിക്കുന്നുണ്ടാവില്ല, ഉറപ്പാ. അയാളെ മോശക്കാരനാക്കിയിട്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നിനക്ക് അയാൾ ഫോൺ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് ഇവള് പറഞ്ഞോ? അയാളുടെ മനസ്സിൽ നിന്നോട് എന്തോ ഉണ്ടെന്നാ ഇവള് പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇവൾക്ക് അയാളെ അറിയാത്തതുകൊണ്ടാ. പ്രിയനെന്ന് പറഞ്ഞാ അവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു ചേട്ടനെ പോലെയാ. അത് സമ്മതിച്ചു. അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും അയാളെ ചേട്ടനെ പോലെ കാണുന്നു. പക്ഷെ അയാളോ? അവരെ എല്ലാവരെയും അയാൾ അനിയത്തിമാരായിട്ടാണോ കാണുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ നിനക്ക് കഴിയില്ല. നിനക്കെന്നല്ല, ആർക്കും കഴിയില്ല. കാരണം അയാളുടെ മനസ്സ് വായിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അനിയത്തിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ ഒരു പെൺകുട്ടിയെ അയാൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ആരെയെന്നറിയാവോ? നിന്നെ. എന്റെ പാറു, ഇവര് നിന്നെ ചൂടാക്കാൻ പറയുന്നതല്ലേ? നീ ദേഷ്യപ്പെടുന്നതും പിണങ്ങുന്നതും കാണാൻ ആയിഷയ്ക്കും ജെനിഫറിനും വലിയ ഇഷ്ടമാ. അയാൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണെങ്കിലോ നീ തിരിച്ചു വിളിക്കും. ഫോൺ താ. മാറു മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുന്ന തന്നെയാ. കോള് കാണാതിരുന്നാണെങ്കിൽ തിരിച്ചു വിളിക്കേണ്ട സമയം കഴിഞ്ഞു.